വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധന നടത്തും. സർക്കാർ തീരുമാനപ്രകാരമാണ് പരിശോധന. പുനരധിവാസ മേഖലകളിലും സന്ദർശനം നടത്തും. റമീസ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. റമീസ്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധന എപ്പോഴാകും നടക്കുക? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ബിനു, മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള ഭാഗങ്ങളൊക്കെയും തന്നെ ഈ ഭാഗങ്ങളാണ് പ്രധാനമായും ഇന്നും നാളെയുമായി പരിശോധന നടത്തുന്നത്. കാരണം ഈ ഭാഗങ്ങളിൽ നിന്നാണ് ഇന്നലെ അടക്കം 3 മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെയും തന്നെ കിട്ടിയിട്ടുള്ളത്. 5 സെക്ടറുകളായി തിരിച്ചുകൊണ്ടാണ് ഇന്ന് പരിശോധന നടത്തുക. മാത്രമല്ല, ഈ ജനകീയ പരിശോധന ഇന്നും തുടരും. പക്ഷേ ഇന്നലത്തെ 2000-ഓളം എന്ന കണക്ക് ഇന്ന് ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയും അല്ലെങ്കിൽ ആ ഒരു കണക്കുണ്ടാവുമോ എന്ന കാര്യത്തിൽ അധികൃതർ കൃത്യമായ ഒരു കൃത്യത പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജനകീയ പരിശോധന ഈ പ്രദേശവുമായി ചിരപരിചിതരായിട്ടുള്ള ആളുകളൊക്കെയും തന്നെ ചേർത്തുകൊണ്ട് പരിശോധന ഇന്നും തുടരും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ NDRFൻ്റെ സംഘവും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസുകാരൊക്കെയും തന്നെ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മേഖലകളിലൊക്കെയും തന്നെ ഇപ്പോൾ ഹിറ്റാച്ചുകളും മറ്റും വെച്ചുകൊണ്ട് പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി അവർക്ക് സംശയമുള്ള ഭാഗങ്ങളിലൊക്കെയും തന്നെ പരിശോധനകൾ തുടരുകയാണ്. 130 പേരാണ് നിലവിൽ കാണാമറയത്തുള്ളത്. തദ്ദേശ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആശാ വർക്കർമാരും ചേർന്നുകൊണ്ടുള്ള കണക്കെടുപ്പിൽ അവസാനം എത്തിയ കണക്ക് 130 എന്നൊരു കണക്കാണ്. ഈ ക്യാമ്പിൽ നിന്നുള്ള ആളുകളുടെ അടക്കം വിവരശേഖരണം നടത്തിയതിന് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കണക്ക് ലഭ്യമായത്. അപ്പോൾ ഈ 130 പേരെ കണ്ടെത്താനുള്ള ഒരു തെരച്ചിലാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കുന്നത്. കൂടുതൽ മേഖലകളിൽ, അതായത് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഇന്ന് ഒരു സംഘം തെരച്ചിൽ നടത്തുക. അതിനായി 60 അംഗങ്ങൾ ചേരുന്ന ഒരു സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ പ്രദേശങ്ങളിലൊക്കെയും തന്നെ തിരച്ചിൽ നടത്തുമ്പോൾ വൈദഗ്ധ്യ പരിശീലനം ലഭിച്ചവർ മാത്രമേ ഈ മേഖലകളിൽ പരിശോധനയ്ക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് മറ്റൊരു അപകടത്തിലേക്ക് നയിക്കുമെന്നൊരു നിഗമനമുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് പരിശീലനം സിദ്ധിച്ചവർ മാത്രം, NDRF അതുപോലെ തന്നെ വനം വകുപ്പ്, പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഈ സേനകളിൽ ഉൾപ്പെട്ട 60 അംഗ സംഘമാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്കായി അവിടെ ഇറങ്ങുന്നത്. മറ്റൊന്നാണ് പാണങ്കായ മുതൽ പൂക്കോട്ട് മന വരെയുള്ള ഭാഗം. ആ ഭാഗങ്ങളിലൊക്കെയും തന്നെയും അതുപോലെ തന്നെ പൂക്കോട്ട് മന മുതൽ ചാലിയാർ മുക്ക് വരെയുള്ള ഭാഗങ്ങളിലും 30 അംഗ സംഘങ്ങൾ പരിശോധന നടത്തും. അതുപോലെ വനമേഖലയായ പാണൻകായത്തിൽ 10 സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി 50 അംഗ സംഘമായിരിക്കും തിരച്ചിൽ നടത്തുക. കൂടാതെ ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെയുള്ള 5-ാം സെക്ടറുകളിൽ 40 അംഗ സംഘവും പരിശോധന നടത്തും. എന്തായാലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി രക്ഷാദൗത്യ പ്രവർത്തനങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രിയും അതുപോലെ തന്നെ കലക്ടറും അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തെരച്ചിലിൽ ലഭിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനുഷ്യ ശരീരമാണോ എന്ന് വ്യക്തമാകൂ എന്നൊരു പ്രധാനപ്പെട്ട കാര്യവും ഇന്നലെ സർക്കാർ വൃത്തം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ 14 ദിവസത്തിനിപ്പുറം പല മൃതദേഹങ്ങളും തന്നെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അഴുകിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് മനുഷ്യ ശരീരമാണോ എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇന്നലെ 3 ശരീരഭാഗങ്ങളായിരുന്നു കണ്ടെത്തിയിട്ടുള്ളത്. അട്ടമലയിൽ നിന്ന് ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. ഇതും മനുഷ്യൻ്റേതാണോ എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബിനു, അതോടൊപ്പം റമീസ്, വയനാട് ദുരന്ത മേഖലയിൽ ഇന്ന് ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തുമല്ലോ. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ചാലിയാറിൽ വിശദമായ തെരച്ചിൽ നാളെയും നടത്താൻ നീക്കമുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെയും മൃതദേഹാവശിഷ്ടങ്ങളുടെയും DNA പരിശോധനാ ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങും. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, നിലവിൽ 229 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. 178 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതുപോലെ തന്നെ 170-ലധികം ശരീരഭാഗങ്ങൾ അടക്കം ഈ മേഖലകളിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ലഭിക്കുന്നവയെല്ലാം തന്നെ ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ പുത്തുമലയിലെ പ്രത്യേകം സജ്ജീകരിച്ച
മേഖലകളിൽ സംസ്കരിക്കുകയും ചെയ്യും. മാത്രമല്ല അത് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യും. നിലമ്പൂരിൽ നിന്ന് ലഭിച്ചത് N എന്ന അക്ഷരത്തോടു കൂടിയും ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടിയത് C എന്ന അക്ഷരത്തോടു കൂടിയും ആണ് ഈ സംസ്കരിച്ച സ്ഥലങ്ങളൊക്കെയും തന്നെ അടയാളപ്പെടുത്തുക. ഇത്തരത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ തുടർന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ അതിൻ്റെ ഭാഗമായി നമ്മളത് കണ്ടതുമാണ്. എന്തായാലും ഇന്ന് നടത്തുന്ന പരിശോധനയിലും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചേക്കും എന്ന് തന്നെയാണ് ഈ ഒരു അധികൃതരുടെ നിഗമനം. ഇന്ന് 8:30 കൂടിയാണ് ഈ സംഘം ആ മേഖലകളിലേക്ക് തിരച്ചിലിനായി ഈ മുണ്ടേരി ഫാം മേഖലയിലേക്ക് പോവുക എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഒരു അല്പം വൈകിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ആ സംഘം ആ മേഖലകളിലേക്ക് തിരിക്കും. ഇവിടെ ആകെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം മാത്രമാണ്. വയനാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഇന്നലെ 3 മണിയോടുകൂടി തന്നെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. കാരണം ശക്തമായ മഴ ഈ മേഖലകളിലാകെയും തന്നെ ഉണ്ടാവുകയും തുടർന്ന് മുണ്ടക്കൈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പും ഉണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് ആ മേഖലകളിൽ എല്ലാവരോടും തിരിച്ചു വരാനും ക്യാമ്പിലുള്ളവരോടക്കം തിരിച്ചു വരാനൊക്കെയും തന്നെ പറഞ്ഞിരുന്നു. ചൂരൽമല ഭാഗത്തും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെയും തന്നെ ഈയൊരു മേഖലകളിൽ നിന്ന് തിരിച്ചു വരണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ ഇന്നലെ 3 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം അത് പ്രത്യേകമായി ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ബീനു, അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പ് എപ്പോഴായിരിക്കും സംഘടിപ്പിക്കുക? റമീസ്. ബിനു, ഈ പുനരധിവാസത്തിൻ്റെ കാര്യങ്ങൾക്കായി പ്രത്യേക സംഘത്തെയാണ് ഈ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. 14 ക്യാമ്പുകളിലായാണ് നിലവിൽ ആളുകൾ ഈ ചൂരൽമലയുമായി ദുരിത മേഖലയുമായി ബന്ധപ്പെട്ട് 14 ക്യാമ്പുകളിലായാണ് ആളുകൾ വസിക്കുന്നത്. ഇതിൽ ഈ 14 ക്യാമ്പുകളിലേക്കായി 18 അംഗ സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പുനരധിവാസത്തിൽ പ്രത്യേക തീരുമാനങ്ങളും അതുപോലെ തന്നെ കൃത്യമായ പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 253 വാടക വീടുകൾ ഈ പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കൂ എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചയ്ക്കും മറ്റുമായി 18 അംഗ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഏത് പഞ്ചായത്തിൽ താമസിക്കണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഒരു 1500ഓളം പേരാണ് നിലവിൽ ക്യാമ്പുകളിലൊക്കെയും തന്നെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും മറ്റു ബന്ധുവീടുകളിലേക്കും മറ്റും മാറി താമസിച്ചിട്ടുണ്ട്. എന്തായാലും ദുരന്തത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ആളുകളെ ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കാൻ സർക്കാർ അനുവദിക്കില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ രക്ഷാകർത്താവായി നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ പുനരധിവാസവും മറ്റും നടക്കുക. എന്തായാലും ഈ മാറി താമസിക്കുന്ന പുതിയ വീട്ടിലേക്ക് താമസിക്കുന്നവർക്ക് ഫർണിച്ചർ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യ കിറ്റും ഇവർക്കായി സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ബീനു. ശരി റമീസ്.